വീറോടെ വാശിയോടെ നിങ്ങൾക്ക് വിരോധമായി പറയുവാനും ചെയ്യുവാനും മത്സരിച്ചവരുണ്ടല്ലോ, അതെ, അവരെ തന്നെ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ ദൈവം കൈകെട്ടി തലകുനിപ്പിച്ച് നിർത്തുമാറാക്കും. എങ്ങനെയെന്നോ അതുവഴിയെ പറയാം. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകൾ എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി എന്ന് കേൾക്കുന്നതിൽ അറിയുന്നതിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുന്നു. അതുപോലെ ഇങ്ങനെ ദിനം പ്രതി നിങ്ങളെപ്പോലുള്ള ഒത്തിരി പേർക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുവാൻ അവസരം നൽകുന്ന സർവകൃപാലുവായ ദൈവത്തെ അളവ് കുറയാതെ സ്തുതിക്കുവാനും ഈ സമയം പ്രയോജനപ്പെടുത്തുന്നു. മാറ്റം, അതെ, നിങ്ങളെ സ്തുതിക്കുമാറാക്കിയ, സന്തോഷിക്കുമാറാക്കിയ ആ മാറ്റം അത് മാനുഷികമല്ല. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കത് നല്ലതുപോലെ അറിയാം. ആവർത്തിച്ചു പറയുന്നതിൽ മടിയില്ല, തെറ്റും ഇല്ല. മാനുഷികമെന്ന് വരികിൽ ഇന്നലകളിൽ നിങ്ങളത് പ്രാപിച്ചെടുക്കേണ്ടതായിരുന്നു. ഇന്നലകളിൽ നിങ്ങളുടെ കരം തന്നെ നിങ്ങളുടെ കണ്ണുനീർ ഒപ്പേണ്ടതായിരുന്നു. ഇന്നലകളിൽ നിങ്ങൾ പ്രതീക്ഷ വച്ചവർ തന്നെ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം ഉയർന്ന് നിങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥകളെ മാറ്റേണ്ടതായിരുന്നു. സംഭവിച്ചില്ലല്ലോ. എപ്പോഴാണ് സംഭവ്യമായി തീർന്നത്? ആശ്രയിക്കുവാൻ ഇനി ആരുമില്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞ വേളയിൽ എനിക്ക് കഴിയത്തില്ല, ഈ പ്രശ്നത്തിൽ നിന്ന്, ഈ പ്രതിസന്ധിയിൽ നിന്ന്, ഈ വെല്ലുവിളിയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ സമയത്ത് അതിലുപരിയായി ഇഷ്ടക്കാരാണ്, ഒപ്പമുണ്ടാകുമെന്ന് കരുതിയ ഒത്തിരി പേർ മാറി നിന്ന് വിളിച്ചു പറഞ്ഞില്ലേ, തീർന്നു, അവൻ തീർന്നു, നീ തീർന്നടാ, നീ തീർന്നടി, ഇത്രയേ ഉള്ളൂ, ഇതിനാ ചാടിയത് അല്ലേ? അങ്ങനെ മനുഷ്യർ പറഞ്ഞു. പിശാച് അത് ആവർത്തിച്ച് നിങ്ങളുടെ ഉള്ളിൽ തന്നുകൊണ്ടേയിരുന്നു. അവരൊന്നോ രണ്ടോ വട്ടം പറഞ്ഞു. നിങ്ങൾ പിശാചിനാൽ അത് ആവർത്തിച്ച് കേട്ടു. നിങ്ങൾ സമ്മതിച്ചു, അതേ, തീർന്നു, എന്നെക്കൊണ്ട് കഴിയത്തില്ല. അവിടെ നിന്ന് അസാധ്യമെന്ന് ലോകവും മനുഷ്യനും പിശാചും നിങ്ങളും പറഞ്ഞ സ്ഥാനത്തു നിന്ന് സന്തോഷിക്കുവാൻ തക്കവണ്ണമുള്ളൊരു മാറ്റം അത് സാധ്യമായി തീർന്നത് ദൈവത്താലാണ്. അത് സാധ്യമായി തീരുവാൻ പോകുന്നത്, അതെ, നിങ്ങളുടെ ജീവിതത്തിൽ അത് സാധ്യമായി തീരുവാൻ പോകുന്നതും ദൈവത്താലാണ്. അவ்விധത്തിൽ ദൈവത്താൽ ഒരു മാറ്റം, സന്തോഷിക്കുവാനും ദൈവത്തെ ഞങ്ങൾക്കൊപ്പം ചേർന്ന് സ്തുതിക്കുവാനുമുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലും പതിവ് പോലെ സാധ്യമായി തീരുവാൻ കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ കാര്യം അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വള്ളി പുള്ളി തെറ്റാതെ നിങ്ങളുമായി പങ്കുവച്ചു. പലർക്കും അത് ഇഷ്ടപ്പെടത്തില്ല, അതങ്ങനെയാ. ദൈവത്തിന്റെ ശബ്ദം ലോകത്തിന് അരോചകവും വെറുപ്പും അറകുറവുമാണ്. എന്നാൽ ഭക്തന് അത് തന്നെ. മഴമേഘങ്ങൾ ആകാശത്തിൽ നിറയുമ്പോൾ മയിൽ പീലി വിടർത്തി ആടുന്നത് പോലെ ഉള്ളിലുള്ള സന്തോഷമുണ്ടല്ലോ, അത് തന്നെ ദൈവത്തിന്റെ ശബ്ദം ഭക്തനെ ആനന്ദ നൃത്തമാടുമാറാക്കും. അങ്ങനെ നൃത്തം ചെയ്യുവാൻ അറിയാത്തത് കൊണ്ട് നമ്മൾ വിശ്വാസത്തോടെ ഹല്ലേലൂയയും ഗ്ലോറിയും ആമേനും പറയും. അതിന് ഒരു കുറവും വേണ്ട. ഗ്ലോറിയും ഹല്ലേലൂയയും ആമേനും പറഞ്ഞ് ഏറ്റെടുത്തോ. നീ കേട്ടത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. അതേക്കുറിച്ചാണ് പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ സ്തുതി സ്തോത്രം കുറയാത്ത മനസ്സോടെ അധരങ്ങളോടെ ഒപ്പം വന്നാട്ടെ. തന്ന പ്രവചനദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്കും വാക്യപശ്ചാത്തലങ്ങളിലേക്കും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പ്രവചന ദൂതിന്റെ തെളിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കുവാൻ പോകുന്നത് പോലെ പണ്ടൊരുവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് നിങ്ങൾക്ക് കാണുവാനായി കഴിയും. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യോസേഫ് ദേശത്തിന് അധിപതിയായിരുന്നു. അവൻ തന്നെയായിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും ധാന്യം വിറ്റത്. യോസേഫിന്റെ സഹോദരന്മാർ വന്ന് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. അർത്ഥം, അവരുടെ ശരീരത്തിൽ യോസേഫിനെ നമസ്കരിക്കാത്ത ഒരു അംഗവും അഥവാ ഒരു അവയവവും ഇല്ലായിരുന്നു. അത് തന്നെ കൈകെട്ടി തലകുനിച്ചു അങ്ങനെ നിൽക്കുമാറാക്കിയൊരു ദൈവം ആരുടെ മുമ്പിൽ നിർത്തി?
നോക്കൂ, തുടങ്ങിയപ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന പലർക്കും കാര്യം മനസ്സിലായി. യോസേഫ് എന്ന ഭക്തൻ നിവർന്ന് തന്നെ നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും, ദൈവദാസനെ അങ്ങനെ നിവർന്ന് നിൽക്കത്തക്ക ഒരു സാഹചര്യത്തിൽ ജീവിച്ച മനുഷ്യനായിരിക്കും. നിങ്ങൾ വായിച്ച വാക്യത്തിൽ ഞങ്ങൾ കേട്ടുവല്ലോ, അവൻ ധാന്യം വിൽക്കുന്നവനാണ്, അവൻ അധിപതിയാണ്, അതുകൊണ്ട് അവന് നിവർന്ന് നിൽക്കുവാൻ കഴിയും. കേൾക്കണമേ, ഇത് നിങ്ങൾക്ക് ദഹിക്കാത്ത, നാളുകളിൽ നിങ്ങൾക്ക് സംഭവിക്കുവാൻ പോകുന്ന കാര്യം മാത്രമല്ല, നിങ്ങൾക്ക് ദഹിക്കുന്ന, നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പിൽക്കാലത്തിന്റെ ശേഷിപ്പാണ്. എന്താണ് ആ പിൽക്കാലമെന്ന് നിങ്ങൾ അറിയണം. ഈ യോസേഫ് ഉണ്ടല്ലോ, ഇങ്ങനെ അധിപതിയായി, അധികാരിയായി, ധാന്യം വിൽക്കുന്നവനായി, എപ്പോൾ ക്ഷാമമുള്ള, ലോകമെമ്പാടും ക്ഷാമമുള്ള കാലത്ത് ധാന്യം വിൽക്കുന്നവനായി മാത്രം നിന്നതല്ല, ഒരു തുടക്കമുണ്ട്. കരയുന്ന നിന്നെ പോലെ സഹോദരാ, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, വേദനിച്ച് ഉള്ളം നൊന്ത് കരയുന്ന നിന്നെപ്പോലൊരു തുടക്കമുണ്ട് ഈ യോസേഫിന്. ആ തുടക്കത്തിനൊടുക്കം ഈ വിധത്തിൽ നിർത്തുമാറാക്കിയൊരു ദൈവം. ആ തുടക്കങ്ങൾക്ക് കാരണം അധികാരമില്ലാത്ത, പേര് പെരുമ പ്രശസ്തി പറയുവാൻ ഒന്നും ചില ഇടങ്ങളിൽ ഇല്ലാതെ പോയ യോസേഫ് ഇന്ന് അവന്റെ ശത്രുക്കൾ അവന് മുമ്പിൽ കൈകെട്ടി തലകുനിച്ച് നിന്നതുപോലെ കൈകെട്ടുവാനോ തലകുനിക്കുവാനോ ദയക്കായി യാചിക്കുവാനോ കരയുവാനോ കഴിയാതെ നിന്ന അവസ്ഥ, അത് തന്നെ സഹോദര, നിലവിളിക്കണമെന്നുണ്ട്, കരുണയ്ക്കായി യാചിക്കണമെന്നുണ്ട്, കാലെ പിടിക്കണമെന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. എന്നെ ഉപദ്രവിക്കരുതേ, ഇവിടെ എനിക്ക് വിരോധമായി നിങ്ങൾ നിൽക്കരുതേ, എന്റെ ജോലി നഷ്ടപ്പെടുവാൻ നിങ്ങൾ കാരണമായി തീരരുതേ. കാല് പിടിക്കണമെന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. പൊട്ടിക്കരയണമെന്നുണ്ട്, പക്ഷെ ചിലരുടെ മുമ്പിൽ പറ്റുന്നില്ല. സഹോദരി, നീ കരയുന്നുണ്ട്, പക്ഷെ ശബ്ദം പുറത്തു വരുന്നില്ല. എന്റെ ജീവിതം നശിപ്പിക്കരുതേ, എന്നെയും എന്റെ ഭർത്താവിനെയും തമ്മിൽ പിരിക്കരുത്, ഞങ്ങൾക്ക് വിരോധമായി, എനിക്ക് വിരോധമായ അപവാദങ്ങൾ പറയരുതേ. അല്ലേ മക്കളെ, നിങ്ങൾ ഒറ്റപ്പെടുത്തുന്ന വാക്കുകൾ, പ്രവർത്തികൾ ചിലരിൽ നിന്നുണ്ടാകുമ്പോൾ കരയുവാനോ നിലവിളിക്കുവാനോ കഴിയാത്ത വിധത്തിൽ, അതെ, നോക്കൂ, ഇവിടെ അവിധത്തിൽ നിൽക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ യോസേഫ്. മനുഷ്യനെന്ന് പറയാറായില്ല, ബാലനാണ്, ബാലകനാണ്. ഏത് മനുഷ്യനെക്കാളും അവനെ ശക്തനാക്കുന്ന ഒരു ദൈവം മാത്രം അവനോട് കൂടെയുണ്ട്. ബാലകനായിരിക്കാം, പ്രായം പറ്റാത്ത, അത് തന്നെ മോനെ, നിന്നെക്കുറിച്ച് അവളെ എതിർത്ത് പറയുവാൻ കഴിയുന്നില്ല. മാതാപിതാക്കളുടെ വാക്കുകൾ പോലും കഠിനമായി മാറുന്നു. എന്തുകൊണ്ട്? എന്താ സംഭവിച്ചത്? അതൊന്നും പറഞ്ഞ് വിശദീകരിച്ച് നിന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ നിന്റെ അവസ്ഥ ഒന്ന് വെളിപ്പെടുത്തുവാൻ കഴിയാതെ നീ നിൽക്കുക. ഒരു ബാലകനെ പോലെ കേൾക്ക്, ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇന്ന് നീ തലകുനിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നിന്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലാകാം, അവിടെ നിന്നെ തല നിവർത്തി നിർത്തുമാറാക്കുന്ന ഒരു ദൈവം. കാലം നീ ചെയ്തത് ശരിയെന്ന് തെളിയിക്കുവാൻ പോകുക. കരഞ്ഞത് മതി മോനെ, കരഞ്ഞത് മതി. കാലം നീ ചെയ്തത് ശരിയെന്ന് തെളിയിക്കുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. ഇന്നത് ലോകത്തിന് വീഴ്ചയായിരിക്കാം മോളെ, നിന്റെ ജീവിതത്തിൽ നിന്ന് വന്നുപോയത് ഇന്ന് ലോകത്തിന് വീഴ്ചയായിരിക്കാം. അറിയുന്നവരും കേൾക്കുന്നവരും എല്ലാം പറയുന്നുണ്ട് അത് വീഴ്ചയാണ്, അവളുടെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ വരുവാൻ പാടില്ല. പക്ഷെ വന്നുപോയി. അവർക്ക് പറയാം വരാൻ പാടില്ല, പക്ഷെ വന്നുപോയി. കേൾക്ക്, അത് ശരിയായിരുന്നു, നീ ആയിരുന്നു ശരിയെന്ന് കാലം സാക്ഷ്യം പറയുവാൻ പോകുക. എന്റെ ദൈവം അവിധത്തിൽ നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയിപ്പിക്കുവാൻ പോകുക. നോക്കൂ, അവിധത്തിൽ എന്തുകൊണ്ടാണ് യോസേഫിന്റെ ജീവിതം ദയയ്ക്ക് വേണ്ടി യാചിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ പരിതാപകരമായ അവസ്ഥയിലായിത്തീർന്നത്? ചില കാര്യങ്ങൾ ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. ഒന്നാമതായി, ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇവനെ അവിധത്തിലാക്കി തീർന്നത് ആരാണ്? അത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സ്വന്തം സഹോദരങ്ങൾ തന്നെ. ഒരമ്മ പ്രസവിച്ചവർ മാത്രമല്ല, ഒരപ്പന്റെ മക്കളായ പല അമ്മമാരുടെ മക്കൾ. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, എൻ്റെ അമ്മ നീ എന്നെ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ, നീ എനിക്ക് സഹോദരനാണ്, അല്ലേ? പണി തന്നതൊക്കെ അങ്ങനെയുള്ളവര്. അത് തന്നെ സഹോദരി, അതല്ലേ ഏറ്റവും വലിയ സങ്കടം. ഉള്ളതെല്ലാം ഒരു പുറകെ കൊടുത്തു, അവള് രക്ഷപ്പെടട്ടെ, കാരണം എൻ്റെ അമ്മ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ സഹോദര, അയ്യോ
എൻ്റെ അമ്മ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ, സഹോദരൻ തന്നെയാണ്. അങ്ങനെ ആരൊക്കെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ, അങ്ങനെ ആരെയൊക്കെ കരുതിയിട്ടുണ്ടോ, അതേ സ്നേഹം തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ ആരെയൊക്കെ അങ്ങനെ കരുതിയിട്ടുണ്ടോ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ആമേൻ. അതുകൊണ്ട് ഇന്ന് സന്തോഷത്തോടെ നിങ്ങൾക്കൊപ്പം നിൽക്കുവാൻ കഴിയുന്നു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ദൈവമുണ്ടെന്ന് അവർക്ക് മനസ്സിലായില്ല അന്ന്, ഇന്നവർക്കറിയാം. ആമേൻ. അപ്പോൾ നോക്കിയേ, ഇവിടെ ഈ സഹോദരന്മാർ ഇവർ ശത്രുക്കളായി മാറി. ഇത് പെട്ടെന്ന് ശത്രുക്കളായി മാറുവാനുള്ള കാരണം 37 ഉൽപ്പത്തി പുസ്തകം അധ്യായം 37 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യോസേഫ് പറഞ്ഞ ചില വാക്കുകൾ നിമിത്തം ഈ സഹോദരന്മാർ ഇവരെ ദ്വേഷിച്ചു. പറഞ്ഞ വാക്കെന്താണ്? കാലമാടന്മാരെ, മുടിഞ്ഞവന്മാരെ, നിന്നെയൊക്കെ ഞാൻ കൊല്ലൂടാ, ബോംബിടൂടാ, നിന്റെയൊക്കെ ആട്ടിൻകൂട്ടത്തെ ഞാൻ കെട്ടഴിച്ചു വിടൂടാ, ആട്ടിൻകൂട്ടത്തിന്റെ ഇടയ്ക്ക് ചെന്നായ കയറ്റി വിടൂടാ എന്നാണോ? അല്ലേ അല്ല. പിന്നെ സഹോദരന്മാരെ, നിങ്ങളൊരു കാര്യം കേൾക്കണം, ഞാൻ രക്ഷപ്പെടും. തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ആമേൻ. ഈ ചെക്കൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഞാൻ രക്ഷപ്പെടും. അത് തന്നെ അല്ലേ സഹോദരി? ഞാൻ രക്ഷപ്പെടും എങ്ങനെയെങ്കിലും. എനിക്ക് വയ്യ, ഇനി ഇങ്ങനെ നടന്ന് കഷ്ടപ്പെടാൻ വയ്യ. ഇത്രയും നാൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി, മറ്റുള്ളവരുടെ ദയയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ മനസ്സലിവിന് വേണ്ടി അതിലാശ്രയിച്ച് ജീവിച്ചു. ഇനി വയ്യ. എൻ്റെ അപ്പനും അമ്മയും മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ചു നിന്നതുപോലെ എനിക്ക് നിൽക്കാൻ വയ്യ. എൻ്റെ മക്കൾ അങ്ങനെ നിൽക്കരുത്, എനിക്ക് രക്ഷപ്പെടണം. അല്ലേ? ഇത് പറഞ്ഞ അന്ന് തൊട്ടാ ആണേ. അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്ത അവളെങ്കിലും രക്ഷപ്പെടണം, അതിനു വേണ്ടിയാ ഉള്ള ലോണൊക്കെ എടുത്തു കൊടുത്ത് അവളെ മെഡിസിന് വിട്ടത്. അന്ന് തൊട്ട് തുടങ്ങിയ പ്രശ്നമാണ്. ആഗ്രഹം നീ അനുഭവിക്കുന്നത് പോലെ കിടന്ന് അനുഭവിക്കരുത്, നീ കഷ്ടപ്പെടുന്നത് പോലെ കഷ്ടപ്പെടരുത്, നീ സങ്കടപ്പെടുന്ന പോലെ സങ്കടപ്പെടരുത്. അവൾ രക്ഷപ്പെടണം, അവൾ സ്വന്തം കാലിൽ നിൽക്കണം, നിന്റെ മക്കൾ രക്ഷപ്പെടണം. അതൊന്ന് പറഞ്ഞു, അതിനു വേണ്ടി ചിലത് ചെയ്തു. മിത്രങ്ങളായിരുന്നവരൊക്കെ അപ്പോഴാ ചിലരുടെയൊക്കെ ഉള്ളിലെ പൂച്ച പുറത്ത് ചാടിയത്. വെളുക്കെ ചിരിച്ച് സുന്ദരമായിട്ട് കൈതട്ടി കൊണ്ട് നടന്നവരുടെയൊക്കെ ഉള്ളിലിരുന്ന പൂച്ച പുറത്ത് ചാടിയത് അപ്പോഴാ. എഞ്ചിനീയറാക്കും, മെഡിസിന് വിടും, അവിടെ വിടും, ഇവിടെ വിടും, അങ്ങനെ പിന്നെ അങ്ങ് കാനഡ, പിന്നെ അവിടെ അങ്ങ് ഓസ്ട്രേലിയ. അയ്യോ തീർന്നു. വാക്ക് നിമിത്തം ദൂഷിച്ചു. രക്ഷപ്പെടുമെന്നുള്ള വാക്ക് നിമിത്തം, അത് തന്നെ, നീ രക്ഷപ്പെടുമെന്നുള്ള വാക്ക് നിമിത്തം ചിലർ നിനക്ക് ശത്രുക്കളായി നിന്നെ വിരോധിച്ച് നിന്റെ ജീവിതത്തെ നരകതുല്യമാക്കി തീർത്തു. കേൾക്ക്, അവരെ നിനക്ക് മുമ്പിൽ കൈകെട്ടി തലകുനിപ്പിച്ച് നിർത്തുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. സഹോദര, നീ രക്ഷപ്പെടുമെന്ന വാക്ക് മുഖാന്തരം ആ തൊഴിലിടത്തിൽ ഇന്ന് ജോലി ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ നിനക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കുന്ന അവരെ തന്നെ നിന്റെ മുൻപിൽ കൈകെട്ടി തലകുനിച്ച് നിർത്തുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. താങ്ക് യു ലോർഡ്. ആവർത്തിച്ച് പറയട്ടെ സഹോദരി, നിന്നോടാ സ്വസ്ഥമായി ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന്. നീ എന്താ പറഞ്ഞേ? അവിടെ പോയി രക്ഷപ്പെടുമെന്നോ? എന്നാ പിന്നെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് വിരോധമായി നിൽക്കുന്ന, വാക്ക് നിമിത്തം ദോഷിക്കുന്ന ചിലതിനെ അവരോട് കരഞ്ഞു കാല് പിടിക്കണമെന്ന് ഉള്ളത്തിലുണ്ട്, പക്ഷെ പറ്റുന്നില്ല. പറ്റാത്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നീയും നാളെ പറയും, എൻ്റെ കർത്താവേ, നീ അവൻ്റെ അവളെ ഒന്നും കാല് പിടിക്കാൻ നീ എന്നെ അനുവദിച്ചില്ലല്ലോ. സ്തോത്രം. സത്യമായിട്ടും പറയട്ടെ, എൻ്റെ ദൈവം തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അതാ. ആമേൻ. സ്തോത്രം. പണ്ട് ഞാൻ ആലോചിച്ച് കരഞ്ഞിട്ടുണ്ട് വീട്ടിനകത്തിരുന്ന്. എനിക്കൊന്ന് അവരുടെ മുമ്പേ കരയാൻ പറ്റിയിരുന്നെങ്കിൽ, എന്നെ ഒറ്റയ്ക്കാക്കി, എന്നെ ഉപദ്രവിച്ച, എനിക്ക് വിരോധമായി നിന്ന്, എനിക്കുള്ളതെല്ലാം കവർന്നെടുത്ത് എന്നെ ഒഴിവാക്കിയവരുടെ മുമ്പിൽ, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരൻ്റെ, അവൻ്റെ കുടുംബത്തിൻ്റെ, എന്തിനെൻ്റെ മാതാപിതാക്കളുടെ മുമ്പിൽ, എൻ്റെ ബന്ധുക്കളുടെ മുമ്പിൽ ഒന്ന് നിലവിളിച്ച് കരയാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഒരു രോഗിയായ മകനെയും കൊണ്ട് ഞാൻ എവിടെ ഇറങ്ങിപ്പോകും? എനിക്ക് നിങ്ങളല്ലാതെ ബന്ധുക്കളില്ല. ഞാനൊരു ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് പരിചയമില്ല. എനിക്ക് നല്ല കൂട്ടുകാരില്ല. എനിക്കാരുമില്ല. നിങ്ങളെന്നെ ഒന്ന് മനസ്സിലാക്ക്. എന്നെ ഉപേക്ഷിക്കരുതേ, എന്നെ ഇറക്കി വിടരുതേ, എന്നെ ഒറ്റയ്ക്കാക്കരുതേ.
കാല് പിടിക്കണമെന്നുണ്ടായിരുന്നു, കരയണമെന്നുണ്ടായിരുന്നു. അന്ന് അത് പറ്റാത്തത് കൊണ്ട് മുറിക്കകത്ത് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ കേൾക്കണമേ, ഇന്ന് അങ്ങനെ കരയുവാൻ, കാല് പിടിക്കുവാൻ ഇടവരാത്തതിനെ ഓർത്ത് എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുക. അങ്ങനെ കാല് പിടിച്ചൊരു സന്തോഷം പോലും അവർക്ക് കിട്ടുവാൻ ഇടവരുത്താത്ത ദൈവത്തിന് ഞാൻ കോടാകോടി നന്ദി പറയുന്നു. നീയും പറയും. ആമേൻ. ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. എനിക്കറിയത്തില്ല നീ അത്രമാത്രം കരഞ്ഞെന്നെ കേൾക്കുക സഹോദര, സഹോദരി. നിനക്ക് കാല് പിടിക്കണമെന്നുണ്ട്. നിനക്ക് എന്ത് ചെയ്തെങ്കിലും അവരില്ലാതെ പറ്റത്തില്ല എന്ന് നീ വിചാരിക്കുക. നിന്നിൽ ഞാൻ എന്നെ കാണുക. നീ വിചാരിക്കും അവരുള്ളത് കൊണ്ടല്ല നീ മുൻപോട്ട് പോകാൻ പോകുന്നേ. സഹോദര, അവരുള്ളത് കൊണ്ടല്ല, എൻ്റെ ദൈവം നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട്. നീ ചോദിക്കും, എന്ത് മേന്മയാ ദൈവദാസനെ എന്നോട് കൂടെ ദൈവം ഇരിക്കാൻ എനിക്കുള്ളത്? ഞാൻ ആരാ? നീ ഒന്നുമല്ല, നിനക്കൊരു മേന്മയുമില്ല. അന്ന് എല്ലാവരും ഒഴിവാക്കപ്പെടുമ്പോൾ, അട്ടി ഓടിക്കപ്പെടുമ്പോൾ, ഒരു തെരുവ് പട്ടിയെപ്പോലെ ഒഴിവാക്കപ്പെടുമ്പോൾ, എറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിധത്തിൽ ഒഴിവാക്കപ്പെടുമ്പോൾ ഒരു ക്വാളിറ്റിയുമില്ല. വീരാരാധനയോടെ നിങ്ങൾ കേൾക്കുകയും പറയുകയും ചെയ്യുന്ന അതിവിശുദ്ധനായ ദൈവത്തെ, ആ ദൈവത്തിൻ്റെ മുഖത്തൊന്ന് നോക്കുവാൻ പോലും ഒരു യോഗ്യതയുമില്ല. ഒരേ ഒരു യോഗ്യത, ഹാഗർ നിലവിളിച്ചതുപോലെ നിലവിളിയാ. വയ്യാ, എനിക്ക് വയ്യാ, എൻ്റെ ജീവനെ ഒന്ന് എടുക്കണമേ. ആ നിലവിളി കേട്ടൊരു ദൈവം, ലോകത്തിൽ ആരും കേൾക്കാനില്ലാത്ത എൻ്റെ നിലവിളി കേട്ടൊരു ദൈവം, ആ ദൈവം നിന്റെ നിലവിളി കേൾക്കും. നിന്റെ നീതി പ്രവർത്തി കണ്ട് പ്രതിഫലം തരുന്ന കാര്യമല്ല, വിശ്വാസത്തോടെ കരയുന്ന നിന്റെ നിലവിളി കേട്ട് നിനക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. അതെ, ഇന്ന് വിരോധമായി നിൽക്കുന്നവനെയൊക്കെ, എതിരായി നിൽക്കുന്നവനെയൊക്കെ നീ രക്ഷപ്പെടുമെന്ന് കണ്ട് അത് തന്നെ കൈകെട്ടി തലകുനിപ്പിച്ച് എൻ്റെ ദൈവം നിർത്തും. യോസേഫിന് മുമ്പിൽ ഈ സഹോദരന്മാരെ മുഴുവൻ നിരത്തി നിർത്തിയ ദൈവം എന്നെ സന്തോഷിപ്പിച്ച വാക്ക് ആവർത്തിച്ച് പറയട്ടെ, സാഷ്ടാംഗം ഒരവയവം പോലും യോസേഫിന് മുമ്പിൽ ഈ സഹോദരന്മാരുടെ നിവർന്നു നിന്നില്ല. കൈയാകട്ടെ, തലയാകട്ടെ, കാലാകട്ടെ, ശരീരത്തിൻ്റെ ഒരു ഭാഗമോ നിനക്ക് മുമ്പിൽ അവരുടെ നിവർന്ന് നിൽക്കുവാൻ ഇടവരാത്ത വിധത്തിൽ എൻ്റെ ദൈവം തല കുനിപ്പിച്ച് നിർത്തും. അമേൻ. എന്താ തിയോളജി നോക്കിയിരുന്നോ? നീ വിശ്വസിക്കരുത്. ആമേൻ. എൻ്റെ പൊന്ന് ചങ്ങതി, വിശ്വസിക്ക്, ദൈവത്തിൻ്റെ വചനം വിശ്വസിക്ക്. ആമേൻ. തിയോളജി നോക്കിയിട്ടല്ല മോശ യോസേഫിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചതിനെ കുറിച്ച് എഴുതിയത്. യോസേഫിൻ്റെ നിലവിളിക്ക് മറുപടി നൽകിയ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞിട്ടാ. ആമേൻ. ഞാൻ പറയുന്നത് തിയോളജി ഒന്നുമല്ല. ആമേൻ. വിശ്വാസമാണ് പറയുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. ആ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നോക്കൂ, ഒന്ന് വാക്ക് നിമിത്തം അവർ ദൂഷിച്ചു. രണ്ടാമതായി 37:11 പറയുന്നു, അവർക്ക് ഇവനോട് അസൂയ തോന്നി. രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ അസൂയ തോന്നും. തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആമേൻ. നീ എന്നും ഇങ്ങനെ കരഞ്ഞ് കാല് പിടിച്ച് അവരുടെ മുമ്പേ കൈ നീട്ടിയ അവൻ്റെ ഇന്ന് വാങ്ങിച്ച് ഇവിടെ കൊടുത്ത്, അപ്പോൾ അവൻ കുറേ കമൻ്റ് അടിച്ച് ആ കമൻ്റ് കേട്ട് നീ തലകുനിച്ച് അയ്യോ, അത് തന്നെ അല്ലേ സഹോദരി? എന്നും പോയി അവരുടെ ദാരിദ്ര്യം പറയണം. 5 പ്രാവശ്യം പറയുമ്പോൾ 1 പ്രാവശ്യം തരും. തന്നിട്ട് പറയുന്ന കേട്ടോ അയ്യോ, അങ്ങനെ ആവണം. ഇതാണ് ആഗ്രഹം. ഇത് നീ സഹായം അഭ്യർത്ഥിക്കുന്ന സാധാ മനുഷ്യർക്ക് മാത്രമല്ല, നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തി തരുവാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവർ പോലും ഇന്ന് ഇതേ ലെവലാണ്. നിന്റെ കഷ്ടതയുടെ ഭാണ്ഡം അഴിച്ചു വയ്ക്കുമ്പോൾ പരിക്കട്ടി കൊണ്ട് ചവറ്റുകുട്ടയിലിടെന്ന് പറയുന്ന ടീമ ഇന്നും അങ്ങനെയുള്ളവർ നിറഞ്ഞിരിക്കുക. അവർ പറയും, അയ്യോ നീ ഇതൊന്നും പ്രാർത്ഥിക്കരുത്. ആഹാ. പിന്നെ കുരുടൻ യേശുവിൻ്റെ അടുത്ത് പോയത് കപ്പലിന് മിഠായി വാങ്ങിച്ചു കൊടുക്കുമെന്ന് അറിയാനല്ലേ? വൃത്തിമായി നിലവിളിച്ചത് അവൻ്റെ കുരുട് മാറാൻ വേണ്ടിയാ. അമ്മേൻ. പത്രോസ് യേശുവിൻ്റെ വാക്ക് കേട്ടപ്പോൾ അവൻ്റെ വള്ളമാണ് നിറഞ്ഞേ. അല്ലാതെ പോട്ടടാ മോനെ പത്രോസേ, നിന്റെ കയ്യിലും ഒന്നുമില്ല, എൻ്റെ കയ്യിലും ഒന്നുമില്ല എന്ന് പറഞ്ഞ് സാറ്റ് കളിക്കാനല്ല. നിന്റെ അവസ്ഥയെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്, തിരിച്ചറിയാൻ. അമേൻ. അസൂയ തോന്നും. അമേൻ. ഈ പറയുന്നവനൊക്കെ അറിയാം അവനൊന്നും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കത്തുമില്ല, വിശ്വസിക്കത്തുമില്ല, പ്രാപിക്കത്തുമില്ല. അതുകൊണ്ട് നീയും പ്രാപിക്കരുത്. ആമേൻ. നീയും നിന്റെ കുടുംബവും ഇങ്ങനെ തന്നെ ഇരിക്കണം.
ശിഷ്ടകാലം ഇങ്ങനെ കരഞ്ഞും തലകുനിച്ചും മറ്റുള്ളവരുടെ മുമ്പേ എന്നും കൈകെട്ടി. ഒരു അഡ്രസ് ഉണ്ടാവരുത് നിന്റെ ദേശത്തിൽ, ഒരു അഡ്രസ് നിന്നെ പറ്റി ആരും പറയരുത്. ആമേൻ. ഒരു ദൂത് പറയട്ടെ. നിന്റെ ദേശത്തിലെ നല്ലൊരു വീട്ടിലെ കല്യാണം വന്ന് വിളിച്ചിട്ടുണ്ടോ? സങ്കടം തോന്നിയിട്ടില്ല അവർ വീട്ടിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ? ഒരു 4 പേര് കൂടുന്ന ഒരു ഫംഗ്ഷൻ ദേശത്തിൽ വന്നാൽ നിന്നോട് പറയുമോ? ഇനി ഒരു സഹായം ദേശത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു പിരിവിന് നിന്റെ അടുത്ത് അവൻ്റെ അടുത്തൊക്കെ പോയിട്ട് സന്തോഷിക്കേണ്ട കാര്യമല്ല, അത് ദുഃഖമാണ്. നീ ലജ്ജിക്കണം. അതിന് പോലും കൊള്ളാത്തവനായി നീ മാറിയെന്ന്. മാറ്റം വരട്ടെ. എൻ്റെ ദൈവത്തിന് കഴിയും. ഓ താങ്ക് യു ലോർഡ്. എനിക്കറിയത്തില്ല സഹോദരൻ, നിന്നോടാ. എൻ്റെ ദൈവത്തിന് കഴിയും. 4 പേരുടെ മുമ്പിൽ തല നിവർത്തി അന്തസ്സോടെ നിന്നെ നിൽക്കുമാറാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. യോസേഫിന്റെ ദൈവം എന്നും ജീവിക്കുന്നു. സ്തോത്രം. ഒരുപക്ഷെ നീ ആയിരിക്കുന്ന സ്ഥാനത്ത്, ആയിരിക്കുന്ന ആ മരുഭൂമിയുടെ പ്രദേശങ്ങളിൽ നീ ചോദിക്കും, അയ്യോ ഇവിടെ ദൈവം എന്നെ എങ്ങനെ മാനിക്കാൻ പോകുന്നു? യോസേഫിനും ചോദിക്കാം, അയ്യോ ഇവിടെ 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 യോസേഫ് കടന്നുപോയ വഴി നിങ്ങൾക്കറിയാമല്ലോ. ഉൽപ്പത്തി പുസ്തകം 37 മുതൽ വായിക്കേ. 4-5 അധ്യായം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ ദൈവം എത്ര വലിയവനെന്ന്. കണ്ണ് തുറന്ന് ഹൃദയമൊക്കെ തുറന്നു വെച്ച് വേണം വായിക്കാൻ. ഈ അകത്ത് കയറിയിരിക്കുന്ന സാധനമൊക്കെ എടുത്ത് കളയണം. ഓപ്പറേഷൻ ഒന്നും ചെയ്യണ്ട. ആമേൻ. ദൈവം കൂടിയിരുന്നു. യോസേഫ് ചോദിക്കുക, എവിടെയാണ്? ഇവിടെ ഒന്നും അനുഗ്രഹിക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഞാൻ കാണുന്നില്ലല്ലോ. നീ അറിയാത്ത, നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തിടത്ത് നിന്നെ ഉയർത്തുവാനും മാനിക്കുവാനും വളർത്തുവാനും കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ വിശ്വസിക്കുക. ആ ദൈവത്തിൽ വിശ്വസിക്കുക. ഒരാമേൻ പറയേ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് അസൂയ തോന്നി. അതുകൊണ്ട് 37:18 ദുരാലോചന കഴിച്ചു. അവർ ഗൂഢാലോചന നടത്തുക. അവനെ അങ്ങനെ വളരാൻ വിടരുത്. ഇതാ അവിടെ സംഭവിച്ചത്. അവൻ നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അസൂയായി. പിന്നെ എല്ലാവരും കൂടെ വളഞ്ഞു. അങ്ങനെ അവൻ പോണ കാണുമില്ല, അവള് പോണ കാണുമില്ല. അവളെ മോൻ രക്ഷപ്പെടണമെന്ന് കാണിട്ട് ആ കട ഒന്ന് പച്ച പിടിക്കുന്ന ഇത് തന്നെ ഗൂഢാലോചന. അയ്യോ ചില ഗൂഢാലോചനക്കാരുണ്ട്. ഓ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ആമേൻ. ഭയങ്കര സെൻറ്റിക്കെട്ടാം. ഓ അവൾ അങ്ങനെ പറയുന്നു, അവൻ ഇങ്ങനെ പറയുന്നു, അവൻ കേട്ടുകൊണ്ട് നിൽക്കുന്ന കുറേ. ആമേൻ. നീയൊക്കെ തല കുനിക്കേണ്ടി വരും. നീ ഗൂഢാലോചന കഴിക്കുന്നത് ദൈവത്തിൻ്റെ ഭക്തന് വിരോധമായിട്ടാണെങ്കിൽ നീ തല കുനിക്കേണ്ടി വരുവേ. നീ ലജ്ജിച്ചു പോവുവേ. ഓ അമ്മേൻ. നോക്കൂ, 37-19-20 വരുമ്പോ പിന്നെ മത്സരമാണ് തകർക്കായി. കൊല്ലണമെന്നൊരു കൂട്ടം, വിൽക്കണമെന്നൊരു കൂട്ടം. അമ്മേൻ. മത്സരം തീർന്നില്ല. 24 എടുത്ത് കുഴിയിലിടുന്നു. ചില കുഴിയൊക്കെ അവർ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് തന്നെ ആ കുഴി, അതിലാ പെട്ടത്. ആമേൻ. നിന്റെ കൊച്ചിനെ ആ കുഴിക്കകത്ത് പെടുത്തിയതാ. നിന്റെ ഭർത്താവിനെ ആ കുഴിയിൽ പെടുത്തിയതാ. അത് തന്നെ കുഴിയിൽ പെടുത്തിയിട്ട് അവർ ചിന്തിച്ചോണ്ടിരിക്കുക ഈ കുഴിയിൽ തീരും. നീയും അത് കണ്ട് തീർന്നെന്ന് പറയല്ലേ. ഓ സ്തോത്രം. ഇതാ ഈ കുഴപ്പം. എല്ലാണ്ടും കൂടെ ഒരു കുഴി കുഴിച്ച് നിന്റെ വായിലിരിപ്പുണ്ടാ. നിനക്കൊരു ഭർത്താവിന് ദൈവം തന്നു, നിന്നെ സന്തോഷമായിട്ട് പൊന്നുപോലെ നോക്കുന്നു. അതും വെച്ചുകൊണ്ട് നീ സന്തോഷിക്കണോ? നാട്ടുകാരോടെ മുഴുവനും കോളാമ്പി വെച്ച് പറഞ്ഞുകൊണ്ട് നടക്കണോ? സഹോദരൻ, എന്തിനാ വല്ലവരുടെ അടുത്ത് പോയിരുന്നു എൻ്റെ ഭാര്യ അങ്ങനെ ഇങ്ങനെ? എന്തിനാന്നേ? നിനക്ക് ഭാര്യയെ കിട്ടി നീ സന്തോഷിക്കുക, നിനക്ക് മക്കളെ കിട്ടി നീ സന്തോഷിക്കുക. എന്തിനാ നാട്ടുകാരുടെ അടുത്ത് കോളാമ്പി വെച്ച് കെട്ടി? അയ്യോ കുഴിയിലായില്ലേ? ഇനി അവരെ കൂടെ ചേർന്ന് നിന്ന് ഈ കുഴിയിൽ എല്ലാം തീർന്ന്. നിന്റെ വാക്കുകൊണ്ട് കുഴി ഒരുക്കപ്പെട്ടു. ആ കുഴിക്കകത്ത് വീണുവെങ്കിൽ കേൾക്ക്, ആ കുഴിയിൽ അവർ തീർന്നു പോകാതെ പുറത്തു കൊണ്ടുവരുവാനും അവരെ ഉയർത്തുവാനും കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറാണ്. ആമേൻ. പെട്ടുപോയ സ്ഥാനത്ത് നിന്ന് സഹോദരി, നിന്റെ ഭർത്താവിനെ എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. ആമേൻ. നിന്റെ മക്കളെ ആമേൻ മദ്യത്തിൽ പെടുത്തിക്കളഞ്ഞ് ലോകവഴികളിൽ അവരെ തകർക്കുവാൻ തക്കവണ്ണം പദ്ധതി ഒരുക്കിയ ആ വീഴ്ത്തിയ കുഴികളിൽ നിന്ന് എൻ്റെ ദൈവം നിന്റെ തലമുറകളെ പുറത്തു കൊണ്ടുവരും. ആമേൻ. സ്തോത്രം. ആ കുഴിക്കകത്ത് അവരൊഴുക്കുന്നേ, ആ കുഴിക്കകത്ത് ഒതുങ്ങിപ്പോകുവാനുള്ളവനല്ല. സ്തോത്രം. വിറ്റും കളഞ്ഞു. ആമേൻ. വിറ്റ് കളയുക, അതൊരു ഭയങ്കര കാര്യമാണ് കേട്ടോ. നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്നവർ, നമ്മുടെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനമൊക്കെ കൊടുക്കുന്നവരുണ്ട്.
വല്ലവൻ്റെ വാക്ക് കേട്ടിട്ട് ആ വാക്കിന് നമ്മളെ വിറ്റ് കളയുന്ന. ഞാൻ പലപ്പോഴും പറയാം, അങ്ങനെയുള്ളവരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവണം കേട്ടോ, എങ്കിലേ നമ്മളൊക്കെ യോസേഫുമാരാകത്തുള്ളൂ. ആമേൻ. കുഴിയിലിടുന്നവരും വിറ്റ് കളയുന്നവരും. അത് കേട്ട് ഈ കുഴിയാണ് എൻ്റെ അവസാനം, അയ്യോ പോയി, ഇതൊന്നും പറയരുത്. നീ ഒരു ഭക്തനാണോ? വിറ്റ് കളയാൻ കുറച്ചുപേർ വേണം. നീ ഒരു ഭക്തനാണോ? കുഴിയിലിടാൻ കുറച്ചുപേർ വേണം. നീ ഒരു ഭക്തനാണോ? ദൂഷിക്കുവാൻ കുറച്ചുപേർ വേണം. വെറുതെ അല്ല ദൂഷിച്ചത്, നീ നന്നാവുമെന്ന് കണ്ടിട്ടാ. ദൈവം നിന്നെ തീയിലെടുത്തിടുമെന്നല്ല പറഞ്ഞത്. ആമേൻ. യോസേഫിനോട് ദൈവം പറഞ്ഞതേ, നിന്നെ മുക്കാലി കെട്ടി അടിക്കും, തലകുത്തനെ നിർത്തും, വെള്ളം തരത്തില്ല, ഇതൊന്നുമല്ല പറഞ്ഞേ. നിന്നെ മാനിക്കും, നിന്നെ ഉയർത്തും. സഹോദര സഹോദരി, മാതാവേ പിതാവേ, നിന്റെ മേലുള്ള വാക്തത്വം അതാ, ഉയർച്ചയാ. നിന്റെ മേലുള്ള വാക്തത്വം, വിശ്വസിക്കുന്ന നിന്റെ മേലുള്ള വാക്തത്വം ഉയർച്ചയാ. ചുറ്റും കാണുന്ന വീടല്ല അടിസ്ഥാനം, ഒന്നിനും തികയാത്ത ശമ്പളം തരുന്ന ജോലിയല്ല അടിസ്ഥാനം, ആർക്കും വേണ്ടാത്ത സർട്ടിഫിക്കറ്റുള്ള ക്വാളിഫിക്കേഷൻ അല്ല അടിസ്ഥാനം, ഗുണം പിടിക്കാത്ത കമ്പനിയിലെ ജോലിയല്ല അടിസ്ഥാനം. എന്റെ ദൈവം നിന്നോട് കൂടെ ഉണ്ട്. യോസേഫേ, ഉയർച്ച. ഓ, താങ്ക് യു ലോർഡ്. സ്തോത്രം. ആമേൻ. ചുറ്റുപാട് നോക്കിക്കൊണ്ടിരിക്കരുതേ, എന്റെ ദൈവം നിന്നെ ഉയർത്തും. നോക്കൂ, അവന്റെ ഓർമ്മയെ പോലും ഇല്ലാതാക്കാൻ വേണ്ടി ഈ മുടിഞ്ഞവന്മാർ എന്തൊക്കെ ചെയ്തു. 31-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോ അപ്പന്റെ ഓർമ്മയിൽ നിന്ന് അവരെ നശിപ്പിച്ച് കളയാൻ വേണ്ടി രക്തം പുരട്ടി അവന്റെ അങ്കിയുമായിട്ട് പോവുക. അപ്പന്റെ ഓർമ്മയെ പോലും വരരുത്. നീ ചിലരുടെ ഓർമ്മയെ പോലും ഉണ്ടാകരുത്. നിന്റെ ഭർത്താവ് നിന്നെ ഓർക്കരുത്, നിന്റെ ഭാര്യ നിന്നെ ഓർക്കരുത്, മക്കൾ ഓർക്കരുത്. ഓമാരൊക്കെ കൈകെട്ടി തലകുനിച്ച് നിൽക്കുവാൻ പോവുക. ആമേൻ. നിന്റെ മുമ്പിൽ അവർ കൈകെട്ടി തലകുനിച്ച് നിൽക്കും, വിറ്റ് കളഞ്ഞവരും ഒഴിവാക്കിയവരും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക. ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തുവാൻ ഒരു കുടുംബം കാരണമായതുപോലെ നിങ്ങൾക്ക് കാരണമാകാം. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബലിലേക്ക് വിളിക്കുക, പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യുക. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന, പ്രൈസർ ഫാമിലിയുടെ കാക്കാമുല ചാമവിളയുള്ള സഭയിൽ വെച്ച് കടന്നു വരുവാൻ കഴിവുള്ളവർ. ഇല്ലാത്തവർക്ക് യൂട്യൂബിലൂടെ ലൈവായി ആരാധനയിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി, ലിങ്ക് ലഭിക്കും. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും. ലൈവായി തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് വലിയ അത്ഭുതങ്ങളെ കർത്താവ് പ്രവർത്തിക്കും. എന്താ കണ്ണടച്ചോ? വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇതുവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി മാറുവാൻ തക്കവണ്ണം സ്വർഗം ഇന്നിവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. കേട്ടത് അവിധത്തിൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഇവിടെയൊക്കെ ഇവർ തലകുനിച്ചുവോ, എവിടെയൊക്കെ ഇവർ നിന്ദിക്കപ്പെട്ടോ, അവിടെയൊക്കെ ഇവരെ അങ്ങ് മാനിക്കണമേ. അപ്പോൾ ആരൊക്കെ ചേർന്ന് ഇവർക്ക് വിരോധമായി പദ്ധതികൾ ഒരുക്കിയോ, ഇവരെ തകർത്ത് കളയുവാൻ എഴുന്നേറ്റോ, അവരൊക്കെയും ഇവർക്ക് മുമ്പിൽ കൈകെട്ടി തലകുനിച്ച് നിൽക്കുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് യേശുവേ അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകി മാനിക്കണമേ. ഇന്നായിരിക്കുന്ന എല്ലാ അവസ്ഥകളും ഞെരുക്കങ്ങളും മാറട്ടെ, കടഭാരങ്ങൾ മാറട്ടെ, പലിശക്കടങ്ങൾ മാറട്ടെ, ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇളച്ചു കിട്ടേണ്ടവർ വായ്പകൾ ഇളച്ചു കിട്ടട്ടെ, പലിശക്കടങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. വായ്പ വാങ്ങുന്നവരായിട്ടല്ല, ഇനി ഇവർ കൊടുക്കുന്നവരായി തന്നെ മാറട്ടെ. രോഗികളായി ഭാരപ്പെടുന്ന സകലരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ മുതൽ സൗഖ്യം വ്യാപരിക്കട്ടെ. അസ്ഥി സംബന്ധമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ. വാർദ്ധക്യ സഹജമായ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. ആക്സിഡന്റുകളെ തുടർന്ന് കിടക്കയിലായിപ്പോയവർ യേശുവിൻ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. കുടുംബജീവിതങ്ങളെ തകർത്ത് വെല്ലുവിളിക്കുന്ന എല്ലാ പൈശാചികമായ വ്യാപാരങ്ങളും മാറിപ്പോകട്ടെ. സ്തോത്രം. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വിസകൾ വരട്ടെ. ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് വിദേശങ്ങളിൽ നിന്ന് വിസകൾ വരട്ടെ. വിദേശത്ത് കടന്നുപോയവർ അനുഗ്രഹം പ്രാപിക്കട്ടെ. വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയവർക്ക് സ്തോത്രം, നല്ല ജോലികൾ ലഭിക്കട്ടെ. വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. വിസ പ്രോസസ്സിങ്ങുകൾ നടക്കട്ടെ. ആമേൻ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. PR ലഭിക്കട്ടെ. യേശുവേ, മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. ഭവനമില്ലാത്തവർക്ക് മനോഹരമായ ഭവനങ്ങൾ അങ്ങ് നൽകണമേ അപ്പ. വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാരും അനുഗ്രഹിക്കപ്പെടട്ടെ.
ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്ഥാപനങ്ങൾ നടത്തുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥനാ ജീവിതമുള്ളവരായവർ മാറട്ടെ. വിവാഹങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.